എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്വാഗതം കേട്ടോ. ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു മീൻ കറിയാണ്. അതായത് കോട്ടയം സ്റ്റൈൽ കല്യാണ മീൻ കറിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇത് തയ്യാറാക്കുന്ന രീതിയിലെ വ്യത്യാസം കൊണ്ട് തന്നെ ഇതിൻ്റെ രുചിയിലും അടിപൊളി വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ അതിഗംഭീരമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അയലമീനാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂരമീൻ അതുപോലെ തന്നെ സ്രാവ് മീനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് അയിലമീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവരട്ടെ. പിന്നെ ഇതിലേക്ക് പൊടികളുടെ അളവ് പറഞ്ഞുതരാം. 1/4 ടീസ്പൂണോളം മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1 ടീസ്പൂൺ പൂർണ്ണമായിട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണും കൂടി. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മുളക് പൊടി എടുത്ത് അതേ സ്പൂണിന് തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരുപാട് കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല. കഷ്ണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളിയൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഇഞ്ചി 1 ഇഞ്ച് നീളത്തിലുള്ള 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2-3 ചെറിയുള്ളി, അത്യാവശ്യം വലിയ ചെറിയുള്ളിയാണ് കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു 4-5 എടുത്തോളൂ. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും ഒരു 4 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചിയൊക്കെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, കനം കുറച്ച്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി നീളത്തിൽ, ഇത് ഞാൻ ചതച്ചല്ല ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഈ കറിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്, ടേസ്റ്റിന് എന്താ പറയുക, മറ്റ് മീൻ കറിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അതായത് നമ്മളെ കുടംപുളി, നമുക്ക് എത്ര എമൗണ്ട് വെള്ളത്തിലാണോ കറി വെക്കുന്നത് ആ ഒരു വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുടംപുളി നന്നായി കഴുകി ചേർത്തിട്ടൊന്ന് ആദ്യം തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ മൺചട്ടി വെച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുകും അതുപോലെ തന്നെ ഒരു 5-6 ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആ കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്ന നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ഒന്ന് ഇച്ചിരി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരട്ടെ. അന്നേരം നമുക്കിതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു എന്താ പറയുക, ഇഞ്ചിയൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് വിചാരിച്ച് ഇഞ്ചി കരിഞ്ഞിട്ടൊന്നുമില്ല. ഇതൊക്കെ നമ്മളെന്താ പറയുന്ന, ഓരോ വിഭവവും അതിൻ്റെ ടേസ്റ്റിൻ്റെ ഡിഫറൻസ് വരുന്നത് അത് പാചകം ചെയ്യാനെടുക്കുന്ന ടൈമിൻ്റെ കാര്യത്തിലൊക്കെ നമുക്കതിൽ ടേസ്റ്റ് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. ഇതേ മീൻകറി തന്നെ നമുക്ക് ഇത്രയും ടൈം എടുക്കാതെ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് വേണമെങ്കിലും വെക്കാം. പക്ഷേ അതിൽ ടേസ്റ്റിൽ ഡിഫറൻറ്റ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കറിയിലേക്ക് നമ്മൾ പുളി ഒന്ന് തിളപ്പിച്ച് തന്നെ ഒഴിക്കണം കേട്ടോ. കുടംപുളി വേണമെങ്കിൽ ആ പീസ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അടിപൊളി കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഇതേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് വഴണ്ട് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതൊരു ആഴ്ച വരെ വേണമെങ്കിലും കേടുകൂടാതിരിക്കുന്ന ഒരു കറിയാണ്. അതുകൊണ്ട് തന്നെ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലർ ഇതിലേക്ക് സവോള ചേർക്കും. ഞാൻ അതൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറി ചിലപ്പോൾ കേടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയുടെ അളവ് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞല്ലോ. ആ പൊടികളെല്ലാം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും പൊടികൾ ചേർത്ത് കൊടുക്കുക. തീ നന്നായിട്ട് സിമ്മിലേക്ക് വെക്കുക. പൊടികൾ കരിഞ്ഞു പോകരുത്. നന്നായിട്ട് ഇതുണ്ടല്ലേ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഈ പൊടി ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് നല്ല കളർ ഉണ്ടാവും കേട്ടോ. നല്ല കളറായിരിക്കും. അപ്പോൾ കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഈ പൊടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ലോണം എന്താ പറയുക, സിമ്മിൽ തീയിട്ടിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. അല്ലെങ്കിൽ പൊടി കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കറീൻ്റെ ടേസ്റ്റേ പോകും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം പൊടി മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ കുടംപുളി ആ ചാറോട് ആ ഒരു കുടംപുളീൻ്റെ പീസോട് കൂടി തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 3 അല്ലി പുളിയാണ് എടുത്തിട്ടുള്ളത്. അത് കറിക്ക് എത്ര എമൗണ്ട് വെള്ളം വേണോ ആ എമൗണ്ട് വെള്ളം എടുത്തിട്ട് അതിലാണ് ആ പുളിയിട്ട് ഞാൻ തിളപ്പിച്ചെടുത്തിട്ട് ആ വെള്ളത്തോട് കൂടി പുളിയോട് കൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാനൊരു 1/4 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പിന് കറി നമുക്ക് പാകമായി കഴിഞ്ഞിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുത്താൽ, അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ആക്കരുത്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എരിവോ പുളിയോ ഉപ്പോ എന്താണ് കുറവുള്ളതെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് എന്താ പറയുക ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഞാനിവിടെ മീനിട്ട് കൊടുക്കുന്നത് കേട്ടോ. വേണ്ടില്ലേ,
നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്നാവും ഈ കറി കേട്ടോ. പ്രത്യേകിച്ച് എന്താ പറയുക, ഈ ഒരു പുളി തിളപ്പിച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ കറി വെന്ത് വരുമ്പോൾ തന്നെ നമ്മളെ മീനിൻ്റെ കഷ്ണങ്ങളിലേക്കെല്ലാം നന്നായിട്ട് എരിവും പുളിയും എല്ലാം പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. നല്ല രുചിയാണ് ഈ കറി കഴിക്കാൻ. പ്രത്യേകിച്ച് പുളിവെള്ളം ഇങ്ങനെയൊന്ന് ഒഴിച്ചിട്ട് നിങ്ങളൊന്ന് പാചകം ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, വെറുതെ പറയുന്നതല്ല കേട്ടോ. അപ്പോൾ അതേ നമ്മളെ കറി കഷ്ണങ്ങളും കൂടി മീൻ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുത്തു നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഒരു 2-3-4 മിനിറ്റ്, ഒരു 5 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളം നമുക്ക് എത്രത്തോളം എമൗണ്ട് ചാറ് വേണം, കറിയുടെ ചാറ് വേണമെന്ന് വെച്ചാൽ അത്രയാവുന്നത് വരെ നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് കറി ആവുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മീഡിയം ടു ഹൈയിൽ ഇട്ടാൽ മതി. പിന്നെ എന്താ പറയുക, ഫ്ലെയിം കുറച്ച് നേരം അടച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് എന്താ പറയുക തുറന്ന് നോക്കിയിട്ട് വെള്ളം എത്രത്തോളം എമൗണ്ട് വറ്റിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിലേക്ക് എന്താ പറയുക തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഈ കറി നമുക്ക് ഒരാഴ്ച വരെ ഉപയോഗിക്കാം. ഓരോ ദിവസം ഇന്നിപ്പോൾ നമ്മൾ വെക്കുകയാണെങ്കിൽ നാളെയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇതിന് രുചി ഇരട്ടിയാവുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള എമൗണ്ട് ചാറായിട്ടുണ്ട്, ഇത്ര മതി. ഞാനപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള എമൗണ്ട് ചാറായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ വറുത്ത് വേറെ ചേർക്കുന്നൊന്നുമില്ല. കറി ആവശ്യത്തിന് എമൗണ്ട് ചാറായിട്ട് നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല അതിഗംഭീരമായിട്ടുള്ള മണമാണ് കേട്ടോ. ആ ഇഞ്ചിയും എന്താ പറയുക നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു വെളുത്തുള്ളി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ കൂടി ചേരുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് വെച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ അതെല്ലാം കൂടി ചേർന്ന് ഇത് കണ്ടോ ഒരു 10 മിനിറ്റോളം കറി ആയിട്ട് ഓഫാക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോഴുള്ള കറിയാണ് ഇത്. കണ്ട് നല്ല പറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിഗംഭീരമായിട്ടുള്ള റെസിപ്പിയാണ്, നല്ല രുചിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ ഈ ഒരു കോട്ടയം സ്റ്റൈൽ കല്യാണ മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ് എന്തായാലും രേഖപ്പെടുത്താതെ പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. അടുത്ത നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ ഒരുപാട് മീൻകറീൻ്റെ റെസിപ്പികളൊക്കെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.